വിക്കറ്റ് എന്ന് പറഞ്ഞാൽ അമ്പയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ വിക്കറ്റ് എന്ന് പറഞ്ഞാൽ പിച്ചല്ല. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് 3 വുഡൻ സ്റ്റെംസ് വിത്ത് 2 വുഡൻ ബെയിൽസ് ഓൺ ടോപ്പ്. Width of the wicket should be 9 inches and the stump shall project 28 inches above the playing surface, and when the bails are placed on top of the stump it should not project more than half an inch. വിക്കറ്റ് എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു വിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എത്ര സെറ്റ് വിക്കറ്റ് ഉണ്ട്? 2 സെറ്റ് വിക്കറ്റ് ഉണ്ട്. അപ്പം ഈ മിഡിൽ സ്റ്റംപ് ആ മിഡിൽ സ്റ്റമ്പിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 66. ഓക്കെ, ക്ലിയർ. ഇപ്പോൾ പിച്ചും വിക്കറ്റും കഴിഞ്ഞു. ഇതിനകത്ത് വേറൊന്നും പറയാനില്ല. ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കണ്ട, ഇനി വിക്കറ്റ് ഇസ് ഡൗണും പറഞ്ഞു. ഇനി നമ്മൾ നോക്കണ്ട നോ ബോൾ വൈഡ്. അതിന് മുന്നേ തന്നെ ഒരു കാര്യം കൂടെ പറയാം. ഈ പിച്ചിൻ്റെ 66/10 ആണെന്ന് പറഞ്ഞു. ഇതെന്താണ്? ഇതേ ഡയമെൻഷനിൽ തൊട്ടടുത്ത് അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 സൈഡ് നമ്മുടെ പിച്ച്, അതായത് ഇതിൽ നിന്ന് തൊട്ട് ഇതിനോട് ചേർന്നിരിക്കുന്ന 66/10 ഉള്ള 2 പിച്ചിനെയാണ്, അതും ഈ പിച്ചും കൂടെ ചേർന്നതിനാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. എന്താണ്? അതായത് പിച്ചും അതേ ഡയമെൻഷനിൽ അഡ്ജസൻ്റ് ആയിട്ടിരിക്കുന്ന 2 പിച്ചും കൂടെ ചേർന്ന് 2 സൈഡിലായിട്ട് ചേർന്നിരിക്കുന്ന ഈ ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്വയർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള പാർട്ടിനെ പറയുന്നത് റെസ്റ്റ് ഓഫ് ദ സ്ക്വയർ എന്നാണ് പറയുന്നത്. പിച്ചിനകത്തോ ഈ സ്ക്വയറിലോ ഒരു രീതിയിലുള്ള പ്രാക്ടീസും പെർമിസിബിൾ അല്ല. മനസ്സിലായില്ലേ? പിച്ചിനകത്തോ സ്ക്വയറിലോ ഒരു രീതിയിലുള്ള ബോളിംഗ് പ്രാക്ടീസോ ബാറ്റിംഗ് പ്രാക്ടീസോ ഒന്നും പെർമിസിബിൾ അല്ല. അതേസമയം റെസ്റ്റ് ഓഫ് ദ സ്ക്വയറിൽ അമ്പയറിൻ്റെ പെർമിഷനോടുകൂടി കളി തുടങ്ങുന്നതിന് മുന്നേ വരെ നിങ്ങൾക്ക്, കളിയുടെ ഇടയിൽ പറ്റില്ല, കളി തുടങ്ങുന്നതിന് മുന്നേ വരെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അമ്പയറിൻ്റെ പെർമിഷനോടുകൂടി. നിങ്ങൾക്ക് തോന്നുന്നു അവിടെ ചെളിയുണ്ട്, ഇനി ഇപ്പോൾ തൽക്കാലം കുറച്ച് ദൂരം കൂടെ കളി പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് ഡിനൈ ചെയ്യാം. ഔട്ട് ഫീൽഡിൽ എന്ത് തരം പ്രാക്ടീസ് വേണമെങ്കിലും ഫീൽഡിംഗ് പ്രാക്ടീസും എല്ലാം നിങ്ങൾക്ക് ചെയ്യാം, ടീംസിന് പെർമിറ്റ് ചെയ്യാം. പക്ഷേ എന്താണ്, അതും ഈ പറഞ്ഞ കണ്ടീഷൻ ആപ്ലിക്കബിൾ ആണ്. കണ്ടീഷൻസ് മാറ്റുമെന്ന് അമ്പയറിന് തോന്നിക്കഴിഞ്ഞാൽ അത് ഡിനൈ ചെയ്യാം. ഔട്ട് ഫീൽഡിലെ പ്രാക്ടീസ് കളി തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുന്നേ വരെ അലോ ചെയ്യാം. നമ്മൾ അകത്ത് കയറുന്ന വരെയുള്ള സമയം വരെ എല്ലാ പ്രാക്ടീസും, ബോളിംഗ് പ്രാക്ടീസും ബാറ്റിംഗ് പ്രാക്ടീസും നമുക്ക് അലോ ചെയ്യാം. പക്ഷെ നമ്മൾ അകത്തോട്ട് വരുമ്പോൾ 5 മിനിറ്റ് മുന്നേ അത് നിർത്തണം. ട്രയൽ റണ്ണപ്പ് എടുത്ത് നോക്കാം. പക്ഷേ